നമസ്കാരം. ഷെക്കേന അമേരിക്കാസ് വീക്ക്ലി ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഞാൻ അനൂപ് ജോസഫ്. ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകളിലേക്ക്. വെനിസ്വേലയിൽ കരയാക്രമണം നടത്താൻ തയ്യാറെടുക്കുന്നതായി അമേരിക്ക. വെനിസ്വേലയിൽ നിന്ന് കരമാർഗം അമേരിക്കയിലേക്ക് മയക്കുമരുന്ന് കയറ്റുമതി ചെയ്യുന്നത് തടയുന്നതിനുള്ള ആക്രമണം ഉടൻ ആരംഭിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം അമേരിക്ക വെനിസ്വേലയുടെ എണ്ണ ടാങ്കർ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. അമേരിക്കയിലേക്ക് മയക്കുമരുന്ന് കടത്തുന്നതുമായി ബന്ധപ്പെട്ട് അമേരിക്കയും വെനസ്വേലയും തമ്മിൽ കുറച്ചു കാലമായി തുടരുന്ന സംഘർഷം കരയാക്രമണത്തിലേക്ക് നീങ്ങാൻ സാധ്യത. വെനസ്വേലയിൽ കരയാക്രമണം നടത്താൻ തയ്യാറെടുക്കുന്നതായി അമേരിക്ക. വെനസ്വേലയിൽ നിന്നും കരമാർഗം വഴി അമേരിക്കയിലേക്ക് മയക്കുമരുന്ന് കയറ്റുമതി ചെയ്യുന്നത് തടയാനുള്ള ആക്രമണം ഉടൻ ആരംഭിക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളിൽ കടൽമാർഗം അമേരിക്കയിലേക്ക് മയക്കുമരുന്ന് കടത്താൻ ശ്രമിച്ച നിരവധി ബോട്ടുകൾ അമേരിക്കൻ സൈന്യം തകർത്തിരുന്നു. അതേസമയം ബലാത്സംഗം, പീഡനം എന്നിവ ഉൾപ്പെടെയുള്ള മനുഷ്യരാശിക്ക് െതിരായ കുറ്റകൃത്യങ്ങളിൽ വെനസ്വേലയുടെ ബൊളിവേറിയൻ നാഷണൽ ഗാർഡ് കുറ്റക്കാരനാണെന്ന് UN കണ്ടെത്തി. 2014 മുതൽ പ്രസിഡന്റ് നിക്കോളസ് മഡൂറോയുടെ കീഴിൽ ഏകപക്ഷീയമായ തടങ്കലുകൾ, ലൈംഗിക അതിക്രമങ്ങൾ, പ്രതിഷേധ പ്രകടനങ്ങൾക്കിടയിലെ പീഡനങ്ങൾ, ലക്ഷ്യമിട്ടുള്ള രാഷ്ട്രീയ പീഡനങ്ങൾ എന്നിവയുൾപ്പെടെ മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ GNBയുടെ പങ്കാളിത്തം വ്യക്തമാണെന്നാണ് റിപ്പോർട്ട്. സർക്കാരിനോടുള്ള എതിർപ്പ് കണക്കിലെടുത്താണ് ഇരകളെ തെരഞ്ഞെടുത്തതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അമേരിക്ക സുരക്ഷ ഉറപ്പു നൽകിയാൽ യുക്രൈനിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ തയ്യാറാണെന്ന് പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി പറഞ്ഞു. ഇറ്റലിയിലെ റോമിൽ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. തിരഞ്ഞെടുപ്പ് ഒഴിവാക്കാനായി സെലൻസ്കി യുദ്ധം ആയുധമാക്കുകയാണെന്ന് മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് ആരോപിച്ച പശ്ചാത്തലത്തിലാണ് സെലൻസ്കിയുടെ പ്രതികരണം. 2024 മാർച്ചിലാണ് ഉക്രൈനിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടിയിരുന്നത്. 2022 ഫെബ്രുവരി 24 റഷ്യ അധിനിവേശം ആരംഭിച്ചതോടെ ഉക്രൈനിൽ പട്ടാള നിയമം പ്രഖ്യാപിക്കുകയും തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുകയുമായിരുന്നു. പട്ടാള നിയമം പ്രാബല്യത്തിലുള്ളപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്താൻ പാടില്ല എന്നതാണ് ഉക്രൈന്റെ നിയമം. പട്ടാള നിയമത്തിന് കീഴിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയുന്ന വിധത്തിൽ നിയമ ഭേദഗതി നടപ്പാക്കാനുള്ള സാധ്യതയെക്കുറിച്ച് പരിശോധിക്കുവാൻ നിയമനിർമ്മാതാക്കളോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് സെലൻസ്കി പറഞ്ഞു. പക്ഷേ ദിവസവും റഷ്യയിൽ നിന്നും ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നേരിടുന്ന ഉക്രൈനെ സംബന്ധിച്ച് വോട്ടെടുപ്പ് നടത്തണമെങ്കിൽ മതിയായ സുരക്ഷാ ഉറപ്പുകൾ കിട്ടണം. യൂറോപ്യൻ രാജ്യങ്ങളുമായി ചേർന്ന് US ഉക്രൈന്റെ സുരക്ഷ ഉറപ്പാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അതേസമയം യുദ്ധത്തിൽ റഷ്യയ്ക്കാണ് മേൽക്കൈ എന്ന് ട്രംപ് അവകാശപ്പെട്ടു. ഉക്രൈൻ ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കുന്നെങ്കിലും രാജ്യത്ത് ജനാധിപത്യമില്ലാത്ത ഘട്ടത്തിലാണ് അവരെത്തി നിൽക്കുന്നതെന്നും ട്രംപ് ആരോപിച്ചു. ഉക്രൈൻ വിഷയത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് സംസാരം മാത്രമേ ഉള്ളൂവെന്നും പ്രവൃത്തിയിൽ അത് കാണുന്നില്ല എന്നും ട്രംപ് വിമർശിച്ചു. റഷ്യയുമായുള്ള യുദ്ധം തീർക്കാൻ ലക്ഷ്യമിട്ടുള്ള പുതിയ സമാധാന കരാർ നിർദ്ദേശം ഉക്രൈൻ ഒരു ദിവസത്തിനകം US-ന് കൈമാറുമെന്ന് സെലൻസ്കി പറഞ്ഞു. ട്രംപ് മുന്നോട്ട് വെച്ച 28 സമാധാന പദ്ധതിയുടെ ഭേദഗതി വരുത്തിയ കരട് രൂപമാകും ഇത്. റഷ്യയ്ക്ക് തങ്ങളുടെ ഭൂമി വിട്ടു നൽകേണ്ട നിയമപരമോ ധാർമ്മികവുമായ ബാധ്യത ഉക്രൈൻ ഇല്ല എന്ന് സുരക്ഷാ ഉറപ്പ് തേടിയുള്ള യൂറോപ്യൻ പര്യടനത്തിനിടെ കഴിഞ്ഞ ദിവസം സെലൻസ്കി പറഞ്ഞിരുന്നു. തന്റെ ക്രിസ്തീയ വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രസിഡൻഷ്യൽ സന്ദേശം പങ്കുവെച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യേശുവിന്റെ അമ്മയും ബൈബിളിലെ ഏറ്റവും വലിയ വ്യക്തിത്വങ്ങളിൽ ഒരാളുമായ മറിയത്തിന്റെ വിശ്വാസം, എളിമ, സ്നേഹം എന്നിവയെ ആദരിക്കുന്ന ഒരു പുണ്യദിനമായി എല്ലാ അമേരിക്കക്കാരും ഡിസംബർ 8 ആഘോഷിക്കണമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. തന്റെ ക്രിസ്തീയ വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് യേശുവിന്റെ അമ്മയും ബൈബിളിലെ ഏറ്റവും വലിയ വ്യക്തിത്വങ്ങളിൽ ഒരാളുമായ മറിയത്തിന്റെ വിശ്വാസം, എളിമ, സ്നേഹം എന്നിവയെ ആദരിക്കുന്ന ഒരു പുണ്യദിനമായി എല്ലാ അമേരിക്കക്കാരും അമലോത്ഭവ ദിനമായ ഡിസംബർ 8 ആഘോഷിക്കണമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ അമലോത്ഭവ തിരുനാളിനെ കുറിച്ചുള്ള പ്രസിഡൻഷ്യൽ സന്ദേശത്തിൽ പ്രഖ്യാപിച്ചു. വിശുദ്ധ തിരുവെഴുത്തുകൾ അനുസരിച്ച് ഗബ്രിയേൽ ദൂതൻ നസ്രത്ത് ഗ്രാമത്തിൽ ഒരു അത്ഭുത വാർത്തയുമായി അമ്മ മാതാവിനെ, കൃപ ലഭിച്ചവളെ നിനക്ക് സ്തുതി, കർത്താവ് നിന്നോടുകൂടെയുണ്ട്, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സ്വാഗതം ചെയ്തപ്പോൾ അവൾ ആദ്യമായി എഴുതപ്പെട്ട ചരിത്രത്തിൽ പ്രവേശിച്ചു. ചരിത്രത്തിലെ ഏറ്റവും ആഴമേറിയതും അനന്തരഫലവുമായ പ്രവൃത്തികളിലൊന്നിൽ മറിയം വിശ്വാസത്തോടും വിനയത്തോടും കൂടി ദൈവഹിതം വീരോചിതമായി സ്വീകരിച്ചു. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വചനപ്രകാരം അത് സംഭവിക്കട്ടെ എന്ന മറിയത്തിന്റെ തീരുമാനം മനുഷ്യരാശിയുടെ ഗതിയെ എന്നേക്കുമായി മാറ്റിമറിച്ചു. 9 മാസങ്ങൾക്ക് ശേഷം മറിയം ഒരു പുത്രനെ പ്രസവിച്ചപ്പോൾ ദൈവം മനുഷ്യനായി പാപമോചനത്തിനും ലോകത്തിന്റെ രക്ഷയ്ക്കുമായി ക്രൂശിൽ തന്റെ ജീവൻ അർപ്പിക്കാൻ പോകുന്ന യേശു എന്ന പുത്രനെ ലോകത്തിന് നൽകി. ഏകദേശം 250 വർഷമായ മഹത്തായ അമേരിക്കൻ ചരിത്രത്തിൽ മേരി ഒരു സുപ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നും തന്റെ പ്രസിഡൻഷ്യൽ സന്ദേശത്തിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കുറിക്കുന്നു. 1792 വിപ്ലവ യുദ്ധം അവസാനിച്ച് ഒരു ദശാബ്ദത്തിനുള്ളിൽ അമേരിക്കയിൽ ആദ്യത്തെ കത്തോലിക്ക ബിഷപ്പും സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ച ചാൾസ് കരോളിന്റെ ബന്ധുവുമായ ബിഷപ്പ് ജോൺ കരോൾ അമേരിക്കയുടെ യുവരാഷ്ട്രത്തെ ക്രിസ്തുവിന്റെ അമ്മയ്ക്ക് സമർപ്പിച്ചു. 1/4 നൂറ്റാണ്ടിന്
വർഷങ്ങൾക്കുള്ളിൽ ന്യൂ ഓർലിയൻസിലെ ക്ലൈമാക്സ് യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ജനറൽ ആൻഡ്രൂ ജാക്സൺ നേടിയ അത്ഭുതകരമായ വിജയം മേരിയുടെ കൈകളിലാണെന്ന് കത്തോലിക്കർ വിശ്വസിക്കുന്നു. നഗരത്തെ രക്ഷിക്കുന്നതിൽ മേരിയുടെ സഹായത്തിന്റെ സ്മരണയ്ക്കായി എല്ലാ വർഷവും ജനുവരി 8-ന് ന്യൂ ഓർലിയൻസിൽ കത്തോലിക്കർ ഒരു നന്ദി പ്രകടന കുർബാന ആചരിക്കുന്നു. എലിസബത്ത് ആൻസറ്റൺ, ഫ്രാൻസിസ് സേവ്യർ കാബ്രിനി, ഫുൾട്ടൻ ഷീ തുടങ്ങിയ അമേരിക്കൻ ഇതിഹാസങ്ങൾ മറ്റുള്ളവരുടെ സേവനത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനായി ജീവിതം ചെലവഴിച്ചവരാണ്. കാലങ്ങളായി മറിയത്തോട് ആഴമായ ഭക്തി പുലർത്തുന്നതിൽ അവർ വിട്ടുവീഴ്ച വരുത്തിയിട്ടില്ല. നമ്മുടെ രാഷ്ട്ര തലസ്ഥാനത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ബസിലിക്ക ഓഫ് ദി നാഷണൽ ഷ്രൈൻ ഓഫ് ദ ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ വടക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ പള്ളിയായി മറിയത്തെ ആദരിക്കുന്നു. ആവേ മരിയ എന്ന കാലാതീതമായ ഗാനം എണ്ണമറ്റ പൗരന്മാർക്ക് പ്രിയപ്പെട്ടതായി തുടരുന്നു. എണ്ണമറ്റ പള്ളികൾ, ആശുപത്രികൾ, സ്കൂളുകൾ എന്നിവയുടെ സ്ഥാപനത്തിന് അവൾ പ്രചോദനം നൽകി. ഏകദേശം 50 അമേരിക്കൻ കോളേജുകളും സർവകലാശാലകളും മേരിയുടെ പേര് വഹിക്കുന്നു. മഹത്തായ അമേരിക്കൻ സ്വാതന്ത്ര്യത്തിന്റെ 250 വർഷത്തോടടുക്കുമ്പോൾ അമേരിക്കയിലും നമ്മുടെ തീരങ്ങൾക്കപ്പുറത്തും സമാധാനം, പ്രത്യാശ, സ്നേഹം എന്നിവ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ മറിയത്തിന്റെ പങ്ക് ഞങ്ങൾ അംഗീകരിക്കുകയും പൂർണ്ണ സ്നേഹത്തോടെ നന്ദി പറയുകയും ചെയ്യുന്നു. ഒരു നൂറ്റാണ്ടിലേറെ മുൻപ് 1-ാം ലോകമഹായുദ്ധത്തിനിടയിൽ റോമൻ കത്തോലിക്ക സഭയുടെ നേതാവായിരുന്ന ബെനഡിക്റ്റ് 15 പോപ്പ് സമാധാന രാജ്ഞിയായ മറിയത്തിന്റെ ഒരു ഗംഭീര പ്രതിമ കമ്മീഷൻ ചെയ്ത് സമർപ്പിച്ചു. അത് ശിശുവായ യേശുക്രിസ്തുവിനെ ഒരു ഒലിവ് ശാഖയിൽ വഹിച്ചുകൊണ്ട് ക്രിസ്ത്യൻ വിശ്വാസികൾ ഭയാനകമായ കൂട്ടക്കൊല നിർത്തലാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവളുടെ സമാധാന മാതൃകയിലേക്ക് നോക്കാൻ പ്രേരിപ്പിക്കപ്പെട്ടു. ഏതാനും മാസങ്ങൾക്കു ശേഷം 1-ാം ലോകമഹായുദ്ധം അവസാനിച്ചു. ഇന്ന് യുദ്ധം അവസാനിപ്പിക്കുവാനും യൂറോപ്പിലും ലോകമെമ്പാടും സമാധാനത്തിന്റെയും സമൃദ്ധിയുടെയും ഐക്യത്തിന്റെയും പുതിയതും നിലനിൽക്കുന്നതുമായ ഒരു യുഗത്തിനായി പ്രാർത്ഥിക്കുമ്പോൾ പ്രചോദനത്തിനും പ്രോത്സാഹനത്തിനുമായി നാം വീണ്ടും മറിയത്തിലേക്ക് നോക്കുന്നു. അവളുടെ ബഹുമാനാർത്ഥം നമ്മുടെ കത്തോലിക്ക പൗരന്മാർക്ക് വളരെ പ്രത്യേകമായ ഒരു ദിനത്തിൽ ആവശ്യമുള്ള സമയങ്ങളിൽ അമേരിക്കൻ വിശ്വാസികളുടെ തലമുറകൾക്ക് സഹായവും ആശ്വാസവും പിന്തുണയും നൽകിയ വിശുദ്ധ വാക്കുകൾ ഞങ്ങൾ ഓർമ്മിക്കുന്നുവെന്നാണ് അമലോത്ഭവ തിരുനാളിനെ കുറിച്ചുള്ള അമേരിക്കൻ വൈറ്റ് ഹൗസ് പ്രസിഡൻഷ്യൽ സന്ദേശം. റോമിൽ വീണ്ടും കത്തോലിക്ക ദേവാലയത്തിന് നേരെ അവഹേളനം. റോമിലെ ഓസ്റ്റിയയിലെ സാൻ നിക്കോള ഡി ബാരി ദേവാലയത്തിലെ അൾത്താരയും റോമ ടെർമിനി ട്രെയിൻ സ്റ്റേഷനിലെ ചാപ്പലുമാണ് ആഴ്ചയുടെ വ്യത്യാസത്തിൽ അശുദ്ധമാക്കപ്പെട്ടത്. ശുദ്ധീകരണത്തിനും പരിഹാര ദിവ്യബലിക്കും ശേഷം സ്റ്റേഷനിലെ ചാപ്പൽ അടച്ചു. ക്രൈസ്തവ സമൂഹം ഏറെ പവിത്രമായി കരുതുകയും ദൈവാരാധനയ്ക്കായി ഒത്തുചേരുകയും ദിവ്യബലി അർപ്പിക്കുകയും ചെയ്യുന്ന ദേവാലയത്തിനു നേരെ അവഹേളനം. റോമിലെ ഒസ്റ്റിയയിലെ സാൻ നിക്കോള ഡി ബാരി ദേവാലയത്തിനും റോമ ടെർമിനി ട്രെയിൻ സ്റ്റേഷനിലെ ചാപ്പലിനു നേരെയുമാണ് ആഴ്ചയുടെ വ്യത്യാസത്തിൽ അവഹേളനം. ടെർമിനി ട്രെയിൻ സ്റ്റേഷനിൽ യാത്രക്കാർക്ക് ആശ്വാസവും കൂദാശകളുടെ പരികർമ്മവും നടത്തപ്പെടുന്ന ചാപ്പലാണ് സാമൂഹ്യവിരുദ്ധർ മനുഷ്യവിസർജ്യത്താൽ അവഹേളിച്ചത്. ആദ്യത്തെ സംഭവത്തിന് വെറും ദിവസങ്ങൾക്കു ശേഷമാണ് അടുത്ത സംഭവം ഒരു പൊതുയിടത്ത് സ്ഥിതി ചെയ്യുന്ന കത്തോലിക്ക ചാപ്പലിൽ അരങ്ങേറിയത്. പവിത്രമായ ദേവാലയത്തിനുള്ളിൽ നടന്ന വളരെ ഗുരുതരവും പറഞ്ഞറിയിക്കാൻ കഴിയാത്തതുമായ ദൈവനിന്ദയുടെ പ്രവൃത്തിയിൽ നടുങ്ങിപ്പോയതായി രൂപത പ്രസ്താവനയിൽ അറിയിച്ചു. പരിഹാര ദിവ്യബലി അടുത്തുള്ളൊരു ദേവാലയത്തിൽ അർപ്പിക്കുകയും ദേവാലയവും ബലിപീഠവും വിശുദ്ധീകരിക്കുകയും ചെയ്തു. റോമിലെ മുനിസിപ്പാലിറ്റിയുടെ മുൻ പ്രസിഡന്റ് മാരിയോ ഫാൽക്കണി സംഭവത്തിൽ അപലപിച്ചു. സ്റ്റേഷനിലെ ചാപ്പൽ പലപ്പോഴും ഒരു അഭയസ്ഥാനമാണ്. പലരും ആശ്വാസം തേടിയും കുമ്പസരിക്കുവാനും ഇവിടെ അണയുന്നുവെന്നും പക്ഷേ നിർഭാഗ്യവശാൽ അതിന്റെ പവിത്രമായ സ്വഭാവത്തോട് ചിലർക്ക് ബഹുമാനമില്ല എന്നും ടെർമിനി ചാപ്പലിൻ ഡയറക്ടറായ ഫാദർ ഡൊമിനിക്കോ മോണ്ടഫോർട്ട് ഒരു ഇറ്റാലിയൻ വാർത്താ ഏജൻസിയോട് പറഞ്ഞു. ദൈവനിന്ദാപരമായ ഈ കുറ്റകൃത്യം ചെയ്തവരെ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. കഴിഞ്ഞ വർഷം മാത്രം യൂറോപ്പിലുടനീളവും ലോകമെമ്പാടും ദേവാലയങ്ങൾക്കെതിരായി നിരവധി അക്രമങ്ങളും അവഹേളന സംഭവങ്ങളും അരങ്ങേറിയിട്ടുണ്ട്. ബ്രിട്ടൻ മഹത്തായ തിരിച്ചുവരവിന് ഒരുങ്ങുന്നുവോ? ആത്മാവില്ലാത്ത സംസ്കാരങ്ങൾ ഉപേക്ഷിച്ച് ബ്രിട്ടൻ വീണ്ടും ക്രിസ്തുവിന്റെ പാതയെ. ക്രിസ്മസ് ആഘോഷങ്ങളിലേക്ക് യേശു ക്രിസ്തുവിനെ തിരിച്ചു കൊണ്ടുവരുവാൻ ആഗ്രഹിച്ച് ബ്രിട്ടീഷുകാർ ബ്രിങ് ജീസസ് ബാക്ക് ടു ദ ക്രിസ്മസ് എന്ന മുദ്രാവാക്യമുയർത്തി വലതുപക്ഷക്കാരുടെ നേതൃത്വത്തിൽ റാലി നടത്തുവാൻ ഒരുങ്ങുകയാണ് ബ്രിട്ടൻ. ആഘോഷങ്ങളിലും ആർഭാടങ്ങളിലും മാത്രം ക്രിസ്മസ് ഒതുക്കാതെ യേശുവിനോടുകൂടി ക്രിസ്മസ് എന്നതാണ് റാലിയുടെ ഉദ്ദേശം. ലോകമെമ്പാടുമുള്ള ക്രിസ്മസ് ആഘോഷങ്ങളിലേക്ക് യേശുവിനെ മടക്കിക്കൊണ്ടുവരണം. ബ്രിങ് ജീസസ് ബാക്ക് ടു ക്രിസ്മസ് എന്ന മുദ്രാവാക്യമുയർത്തി ബ്രിട്ടനിൽ വലതുപക്ഷ നിലപാടുകാരുടെ നേതൃത്വത്തിൽ റാലി നടത്തുവാനൊരുങ്ങുന്നു. ക്രിസ്മസ് ആഘോഷങ്ങളിൽ യേശുക്രിസ്തു എന്ന സത്യദൈവത്തിനോ തിരുപ്പിറവയ്ക്കോ പ്രാധാന്യം നൽകാതെ ആഘോഷങ്ങളിലും ആർഭാടങ്ങളിലും മാത്രം ശ്രദ്ധിക്കുന്നതിനെതിരെയാണ് ഈ ക്യാമ്പയിൻ. ക്രിസ്മസ് ആഘോഷങ്ങൾ ഒരു മതപരമായ വിഷയമായി കാണാതെ കേവലം ആഘോഷങ്ങളിലേക്കും മതേതര സ്വഭാവത്തിലേക്കും വഴിമാറുന്നതിലുള്ള ആശങ്കയാണ് റാലിക്ക് പിന്നിലെ പ്രധാന കാരണം. യേശുവിന്റെ തിരുപ്പിറവി, ക്രൈസ്തവർക്കിടയിലെ കുടുംബ ബന്ധങ്ങൾ എന്നിവയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടാണ്
ലക്ഷ്യമിട്ടാണ് ബ്രിട്ടനിൽ ഈ റാലി നടത്തപ്പെടുന്നത്. ടോമി റോബിൻസൺ നേതൃത്വം നൽകുന്ന യുണൈറ്റ് ദി കിങ്ഡം പോലെയുള്ള വലതുപക്ഷ പ്രസ്ഥാനങ്ങളാണ് റാലിക്ക് പിന്നിൽ. എന്നാൽ ഈ റാലിക്ക് പിന്നിൽ രാഷ്ട്രീയ താൽപര്യങ്ങളുണ്ടെന്ന് ആരോപിച്ച് ചർച്ച് ഓഫ് ഇംഗ്ലണ്ടും സർക്കാരും എതിർപ്പുമായി രംഗത്തെത്തിയിട്ടുണ്ട്. തീവ്ര വലതുപക്ഷം ക്രിസ്തീയ ചിഹ്നങ്ങളെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നുവെന്ന് ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് വിമർശിക്കുന്നുണ്ട്. കുടിയേറ്റക്കാരെയും അഭയാർത്ഥികളെയും പ്രകോപിപ്പിക്കാനുള്ള നീക്കമാണിതെന്നും അവർ ആരോപിക്കുന്നു. ഇതിനെതിരെ ക്യാമ്പയിന്റെ ഭാഗമായി ഇംഗ്ലണ്ടിലെ പ്രധാന കേന്ദ്രങ്ങളിൽ ബോർഡുകൾ സ്ഥാപിച്ചാണ് പ്രതിഷേധമൊരുക്കുന്നത്. ക്രിസ്തു എല്ലായ്പ്പോഴും ക്രിസ്മസിൽ ഉണ്ടായിരുന്നു, പുറത്തുനിന്നുള്ളവർക്ക് സ്വാഗതം എന്നീ പോസ്റ്ററുകളിലൂടെയാണ് സഭ ഇതിനെ പ്രതിരോധിക്കുന്നത്. അഭയാർത്ഥിയായ പലായനം ചെയ്ത വിശുദ്ധ കുടുംബത്തിന്റെ കഥ ഓർമ്മിപ്പിച്ച് കുടിയേറ്റക്കാർക്ക് അനുകൂലമായ നിലപാടാണ് സഭ സ്വീകരിക്കുന്നത്. ഓസ്ട്രേലിയയിൽ ഉൾപ്പെടെ പലയിടത്തും ബ്രിങ് ജീസസ് ബാക്ക് ടു ക്രിസ്മസ് എന്ന സമാനമായ ക്യാമ്പയിൻ വലിയ തോതിൽ അലയടിക്കുന്നുണ്ട്. ക്രിസ്മസ് ആഘോഷവേളയിൽ ആത്മാവില്ലാത്ത സംസ്കാരത്തിനും ക്രിസ്തുവില്ലാത്ത ആഘോഷങ്ങളുമാണ് ഈ മഹാമുന്നേറ്റത്തിന് കാരണമായിരിക്കുന്നത്. കേരള സഭയിൽ നിന്നും സുപ്രധാന പ്രഖ്യാപനം. കേരള കത്തോലിക്ക മെത്രാൻ സമിതിക്ക് പുതിയ നേതൃത്വം. ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലിനെ KCBCയുടെ പുതിയ അധ്യക്ഷനായി തെരഞ്ഞെടുത്തു. നിലവിലെ അധ്യക്ഷനായ കർദിനാൾ മാർ ബസേലിയോസ് ക്ലീമിസ് കാതോലിക്ക ബാവ സുപ്രധാന പ്രഖ്യാപനം നടത്തി. കൂടാതെ KCBC വൈസ് പ്രസിഡന്റായി ഡോക്ടർ സാമുവൽ മാർ ഐറേനിയോസും KCBC സെക്രട്ടറി ജനറലായി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിലും തെരഞ്ഞെടുക്കപ്പെട്ടു. കൊച്ചി പാലാരിവട്ടം POCയിൽ നടക്കുന്ന KCBCയുടെ ശൈത്യകാല സമ്മേളനത്തിലായിരുന്നു പ്രഖ്യാപനങ്ങൾ. കേരള സഭയിൽ സുപ്രധാന പ്രഖ്യാപനങ്ങൾ. കേരള കത്തോലിക്ക മെത്രാൻ സമിതിക്ക് പുതിയ നേതൃത്വം. ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലിനെ KCBCയുടെ പുതിയ അധ്യക്ഷനായി തിരഞ്ഞെടുത്തു. കൂടാതെ KCBC വൈസ് പ്രസിഡന്റായി ഡോക്ടർ സാമുവൽ മാർ ഐറേനിയോസിനെയും KCBC സെക്രട്ടറി ജനറലായി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിലിനെയും തിരഞ്ഞെടുത്തു. നിലവിലെ അധ്യക്ഷനായ കർദിനാൾ മാർ ബസേലിയോസ് ക്ലീമിസ് കാതോലിക്ക ബാവയാണ് സുപ്രധാന പ്രഖ്യാപനങ്ങൾ നടത്തിയത്. കേരള കാത്തലിക് ബിഷപ്സ് കൗൺസിലിൻ്റെ KCBCയുടെ അടുത്ത 3 വർഷത്തേക്കുള്ള പ്രസിഡൻ്റായി കോഴിക്കോട് അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് അഭിവന്യ ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ പിതാവിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അഭിവന്യ പിതാവ് ആ നിയോഗം ഏറ്റെടുത്തു. അഭിവന്യ പിതാവിനോടൊപ്പം KCBCയുടെ വൈസ് പ്രസിഡൻ്റായി പത്തനംതിട്ട രൂപതാധ്യക്ഷൻ അഭിവന്യനായ ഡോക്ടർ സാമുവേൽ മാർ ഐറേനിയസ് തിരുമേനിയാണ് ആ ശുശ്രൂഷ, വൈസ് പ്രസിഡന്റ് ശുശ്രൂഷ നിർവഹിക്കുന്നത്. സെക്രട്ടറി ജനറലായി ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് അഭിവന്യ ഡോക്ടർ തോമസ് തറയിൽ പിതാവാണ് KCBCക്ക് സെക്രട്ടറി ജനറലായി നേതൃത്വം നൽകുന്നത്. ഈ വിവരം സന്തോഷത്തോടുകൂടി സഭാമക്കളെയും പൊതുസമൂഹത്തെയും ഞാൻ അറിയിച്ചുകൊള്ളുന്നു. KCBCയുടെ ശൈത്യകാല സമ്മേളനത്തിലാണ് പുതിയ തെരഞ്ഞെടുപ്പുകൾ നടന്നത്. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവൻ കർദിനാൾ മാർ ബസേലിയോസ് ക്ലീമിസ് കാതോലിക്ക ബാവയുടെ പിൻഗാമിയായാണ് ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ തിരഞ്ഞെടുക്കപ്പെട്ടത്. കോഴിക്കോട് അതിരൂപതയുടെ പ്രഥമ മെത്രാപ്പൊലിത്തായും KRLCBC പ്രസിഡന്റുമാണ് ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ. ദൈവം മുന്നോട്ട് നയിക്കുമെന്നും വെല്ലുവിളികൾ തരണം ചെയ്യാൻ ദൈവം സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നുവെന്നും ആദ്യ പ്രതികരണത്തിൽ ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ പറഞ്ഞു. ഇത് ദൈവം തന്നൊരു സ്ഥാനമാണ്. ദൈവം എന്നെ മുന്നോട്ട് നയിക്കുമെന്ന് എനിക്കറിയാം. വെല്ലുവിളികളുണ്ടെങ്കിലും അതെല്ലാം തരണം ചെയ്യാനായിട്ട് എൻ്റെ ദൈവം, നമ്മുടെ ദൈവം എന്നെ സഹായിക്കുമെന്ന് ഞാൻ ഉറപ്പായും വിശ്വസിക്കുകയാണ്. അപ്പം അതുകൊണ്ട് എല്ലാം നന്നായി പോകും. കേരള സഭയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കാനുള്ള നിയോഗം അതിന്റെ പൂർണ്ണതയിൽ നിറവേറ്റാൻ ദൈവകരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നുവെന്ന് KCBC വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട പത്തനംതിട്ട രൂപതാധ്യക്ഷൻ ഡോക്ടർ സാമുവൽ മാർ ഐറേനിയോസ് പറഞ്ഞു. ഈ സഭാ ശുശ്രൂഷയിലൂടെ യേശുക്രിസ്തുവിന്റെ സാക്ഷ്യം നമ്മുടെ നാട്ടിൽ പകരാൻ ആഗ്രഹിക്കുന്നുവെന്നും KCBCയുടെ പുതിയ വൈസ് പ്രസിഡന്റ് പ്രതികരിച്ചു. ഈ ഒരു കാലഘട്ടത്തിൽ കേരള സഭയുടെ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാനുള്ള ഈ നിയോഗം വലിയ സന്തോഷത്തോടെയാണ് ഞാൻ സ്വീകരിക്കുന്നത്. പിന്നെ പിതാക്കന്മാർ എന്നിൽ അർപ്പിച്ച ആ ഒരു വിശ്വാസം അതിൻ്റെ പൂർണ്ണതയിൽ നിറവേറ്റാൻ ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. KCBC സെക്രട്ടറി ജനറലായി ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിലാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. നമുക്ക് വളരെ പ്രത്യാശ നൽകുന്ന ഒരു കാലഘട്ടമാണല്ലോ ഇത്. പ്രത്യേകിച്ച് നമ്മുടെ ജൂബിലിയുടെ സമാപനം കൂടി ഏറ്റവും ആഘോഷമായിട്ട് നടത്തിയായിരുന്നു. ഏതായാലും നമ്മുടെ കേരള സഭ 3 റീത്തുകളും ഒരുമിച്ച് നീങ്ങുന്നു എന്നുള്ള ഒരു സന്ദേശം ആണ് ഇതിനകത്തുനിന്ന് ഏറ്റവും വലിയൊരു പ്രത്യാശയുടെ സന്ദേശമായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കുക. ലോകം എന്തെല്ലാം സഭയെക്കുറിച്ച് പറഞ്ഞാലും, പുറമേ നിന്ന് എന്തെല്ലാം കുറവുകൾ സഭയെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കാൻ സാധിച്ചാലും, ഇതിൻ്റെ ഉള്ളിൽ ദൈവാത്മാവിൻ്റെ ഒരു വലിയ പ്രവർത്തനമുണ്ടെന്നും ആ പ്രവർത്തനം
നമ്മളെ നിരന്തരമായിട്ട് ഒരുമിച്ച് നടക്കാനായിട്ട് സഹായിക്കുന്നുവെന്നുമൊക്കെ തെളിയിക്കുന്ന ഒരു അനുഭവം കൂടിയായിരുന്നു ഇത്. കൊച്ചി പാലാരിവട്ടം POCയിൽ നടക്കുന്ന KCBCയുടെ ശൈത്യകാല സമ്മേളനത്തിലാണ് 2026-28 കാലഘട്ടത്തിലേക്കുള്ള KCBC ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടന്നത്. ഈ പ്രായത്തിലെന്ന് ചോദിക്കുന്നവർക്ക് മുൻപിൽ പ്രായം ഒന്നിനും പ്രതിബദ്ധമല്ലെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ് ജോസ് ഫ്രാൻസിസ്കോ. ഒരു നൂറ്റാണ്ടിന്റെ കാത്തിരിപ്പൊടുവിൽ തന്റെ 100-ാം വയസ്സിലാണ് ജോസ് ഫ്രാൻസിസ്കോ ജ്ഞാനസ്നാനവും സ്ഥൈര്യലേപനവും സ്വീകരിച്ച് കത്തോലിക്ക സഭയിൽ സ്ഥിരീകരിക്കപ്പെടുകയും ആദ്യ കുർബാന സ്വീകരണം നടത്തുകയും ചെയ്തത്. ഒടുവിൽ ഒരു നൂറ്റാണ്ടിന്റെ കാത്തിരിപ്പ് അവസാനിച്ചു. ആ 100 വയസ്സുകാരൻ പ്രവേശന കൂദാശകൾ സ്വീകരിച്ച് കത്തോലിക്ക സഭയിൽ സ്ഥിരീകരിക്കപ്പെടുകയും ആദ്യ കുർബാന സ്വീകരണത്തിലൂടെ ഈശോയെ സ്വന്തമാക്കുകയും ചെയ്തു. 100-ാം വയസ്സിലോ എന്ന് കേൾവിക്കാരിൽ ചോദ്യമുയരാം. എന്നാൽ ജോസ് ഫ്രാൻസിസ്കോ പറയും, അതെ, 100-ാം വയസ്സിൽ. പ്രായം ഒന്നിനും പ്രതിബന്ധമല്ല, പ്രത്യേകിച്ച് ഈശോയിലേക്ക് അടുക്കാൻ. അവിടുന്ന് എപ്പോഴും നമുക്കായി കാത്തിരിക്കുന്നു. വികാരങ്ങൾ നിറഞ്ഞൊഴുകിയ ഒരു മനുഷ്യന്റെ ആഴമായ വിശ്വാസത്തിന്റെ അല്പം കണ്ണീരിൽ കുതിർന്ന സാക്ഷ്യത്തിനാണ് പോർച്ചുഗലിലെ ഏഡോസ് ഫ്രാങ്കോസ് പള്ളി സാക്ഷ്യം വഹിച്ചത്. ഫാദർ ജോവോ ഡി ബ്രിട്ടോ ഈ ധന്യമുഹൂർത്തങ്ങൾക്ക് കാർമ്മികനായി. സ്വർഗവും സഭയും സന്തോഷിച്ച നിമിഷങ്ങൾ. വിശ്വാസം ജീവിക്കുന്നവർക്കും ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കടന്നുവരാൻ ആഗ്രഹിക്കുന്നവർക്കും നാമമാത്ര ക്രിസ്ത്യാനിക്കും ഏവർക്കും പ്രതീക്ഷയും പ്രചോദനവും നൽകുന്ന ഒരു സാക്ഷ്യം. അതാണ് ഒരു 100 വയസ്സുകാരന്റെ ഈ സ്വപ്ന സാക്ഷാത്കാരം. പോർച്ചുഗലിൽ ജനിച്ച ഒരു നിത്യ കർഷകനായിരുന്നു ജോസ് ഫ്രാൻസിസ്കോ. 7 മക്കളുടെ പിതാവായ അദ്ദേഹം തന്റെ കാര്യത്തിൽ സംഭവിച്ച വീഴ്ച ഒരിക്കലും തന്റെ മക്കളുടെ കാര്യത്തിൽ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിച്ചിരുന്നു. തന്റെ 7 മക്കളും ജ്ഞാനസ്നാനം എന്ന കൂദാശ സ്വീകരിച്ചു എന്നതിൽ അദ്ദേഹം ഉറപ്പുവരുത്തിയിരുന്നു. എന്നിരുന്നാലും ആ ആഗ്രഹം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ പതിറ്റാണ്ടുകളായി നിശബ്ദമായി ഉറങ്ങിക്കിടന്നു. തിരക്കിട്ട ജീവിതത്തിലെ ഓട്ടപ്പാച്ചിലുകൾക്കിടയിൽ താൻ മറന്നുപോയ, തനിക്ക് ലഭിക്കാതെ പോയ ആ സ്ഥിരീകരണം. എന്നാൽ ഇന്ന് ആ വൃദ്ധന്റെ സ്വപ്നം പൂവണിഞ്ഞു. കാൽഡാസ് ഡെ റെഹായുടെ റോട്ടറി കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സെന്ററിന്റെയും അക്കാദമി ഓഫ് ഡ്രീംസിന്റെയും സഹായത്തോടെ ഈ സംരംഭത്തിന്റെ മുതിർന്നവർക്കായുള്ള ഒരു സെക്ഷനിൽ ജോസ് പങ്കെടുത്തു. ടീമുമായുള്ള ഒരു സംഭാഷണത്തിനിടെ അദ്ദേഹം മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ആ ആഗ്രഹത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞു. തനിക്ക് സ്നാനമേൽക്കണം. ഫാദർ ജോവോ സോബ്രായുടെയും ഫാദർ ജോവോ ഡിബ്രിട്ടോയുടെയും പിന്തുണയോടെ തന്റെ 100-ാം വയസ്സിൽ ജോസ് കൂദാശകളുടെ സ്ഥിരീകരണത്തിനായുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു. പുരോഹിതൻ അദ്ദേഹത്തെ 2 തവണ നഴ്സിംഗ് ഹോമിൽ സന്ദർശിക്കുകയും വ്യക്തിപരമായി ഒരുക്കുകയും ചെയ്തു. ഒടുവിൽ നവംബർ 15-ന് ജോസ് ഫ്രാൻസിസ്കോ 3 കൂദാശകളും സ്വീകരിച്ചു. തന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചു. ഇതിൽ കൂടുതൽ കൗതുകമുണർത്തുന്ന മറ്റൊരു ഘടകം കൂടിയുണ്ട്. ജോസിന്റെ സ്നാനത്തിൽ ഉപയോഗിച്ച തുവാല അദ്ദേഹത്തിന്റെ ഭാര്യ കൈകൾ കൊണ്ട് നിർമ്മിച്ചതാണ്. അവരുടെ കുട്ടികളുടെ സ്നാനത്തിൽ ഉപയോഗിച്ചിരുന്ന അതേ തുവാല. ക്രിസ്മസ് ആഘോഷിക്കാൻ ഒരുങ്ങി ഗാസ. കഴിഞ്ഞ 2 വർഷമായി യുദ്ധത്തിന്റെ നിഴലിലായിരുന്ന ഗാസ ക്രിസ്മസിന്റെ സന്തോഷത്തിലേക്ക്. അലങ്കരിച്ച ദേവാലയങ്ങളും പരിസരങ്ങളും യുദ്ധം ഇരുട്ടാക്കിയ കുട്ടികളുടെ ഉള്ളിലേക്ക് വെളിച്ചം നിറച്ച് ക്രിസ്തുവിന്റെ പിറവി തിരുനാളിന്റെ സന്തോഷം പകരുകയാണ്. ഗാസ സിറ്റിയിലെ ഹോളി ഫാമിലി ദേവാലയത്തിൽ കുട്ടികൾ പുൽക്കൂട് നിർമ്മിക്കുകയും വിളക്കുകൾ കൊണ്ട് അലങ്കരിച്ച ക്രിസ്മസ് ട്രീക്ക് സമീപം കരോൾ ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്യുന്നത് പുത്തനുണർവേകുന്നു. കഴിഞ്ഞ 2 വർഷമായി യുദ്ധത്തിന്റെ നിഴലിലായിരുന്ന ഗാസ ക്രിസ്തുമസിന്റെ സന്തോഷത്തിലേക്ക്. അലങ്കരിച്ച ദേവാലയങ്ങളും പരിസരങ്ങളും യുദ്ധം ഇരുട്ടാക്കിയ കുട്ടികളുടെ ഉള്ളിലേക്ക് വെളിച്ചം നിറച്ച് ക്രിസ്തുവിന്റെ പിറവി തിരുനാളിന്റെ സന്തോഷം പകരുകയാണ്. പുൽക്കൂടൊരുക്കുന്നതും ക്രിസ്തുമസ് ട്രീ അലങ്കരിക്കുന്നതുമെല്ലാം കുട്ടികളെ അവരുടെ സന്തോഷം വീണ്ടെടുക്കാൻ സഹായിക്കുന്നുവെന്ന് ഹോളി ഫാമിലി ദേവാലയത്തിലെ ഓപ്പറേഷൻസ് മേധാവി പറഞ്ഞു. ഗാസയിലെ ഏക കത്തോലിക്ക ദേവാലയമാണ് ഹോളി ഫാമിലി ചർച്ച്. വിപുലമായി അല്ലെങ്കിലും യുദ്ധം നടമാടിയ ഭൂമികയിൽ ലോകരക്ഷകനായ യേശുക്രിസ്തുവിന്റെ പിറവി തിരുനാൾ ആഘോഷം സമാധാനം ആഗ്രഹിക്കുന്ന ഒരു ജനതയുടെ സാക്ഷ്യമാണ്. ക്രിസ്തുവിന്റെ ജനനത്തിന്റെ പുനരാവിഷ്കരണവും കുട്ടികൾക്കായുള്ള ചെറിയ മത്സരങ്ങളും ക്രിസ്തുമസ് പരിപാടികളിൽ ഉൾപ്പെടുന്നു. 2 വർഷമായി അവർ ജീവിച്ചിരിക്കുന്ന അന്തരീക്ഷത്തിൽ നിന്ന് അവരെ പിടിച്ചുയർത്തുവാനുള്ള ശ്രമങ്ങളിലാണ് ഞങ്ങളെന്ന് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ജോർജ് ആന്റൺ കൂട്ടിച്ചേർത്തു. നൈജീരിയയിലെ നൈജർ ജില്ലയിലെ പാപ്പിരി സെന്റ് മേരീസ് സ്കൂളിലെ തട്ടിക്കൊണ്ടുപോകപ്പെട്ട വിദ്യാർത്ഥികൾ തിരികെ എത്തിയതായി അറിയിച്ച് നൈജീരിയയിലെ കോണ്ടഗോറ കത്തോലിക്ക രൂപത. നവംബർ മാസം ആദ്യത്തിൽ തട്ടിക്കൊണ്ടുപോകപ്പെട്ട 300ഓളം വിദ്യാർത്ഥികളിൽ 100 പേരുടെ സുരക്ഷിതമായി തിരിച്ചുവരവാണ് രൂപത സ്ഥിരീകരിച്ചത്. കുഞ്ഞുങ്ങളെ ആനന്ദത്തോടെ എതിരേറ്റ് സ്കൂൾ അധികൃതർ. നൈജീരിയയിലെ നൈജർ ജില്ലയിലെ പാപ്പിരി സെന്റ് മേരി സ്കൂളിലെ തട്ടിക്കൊണ്ടുപോകപ്പെട്ട കുട്ടികൾ തിരികെ എത്തിയതായി അറിയിച്ച് നൈജീരിയയിലെ കോണ്ടഗോറ കത്തോലിക്ക രൂപത.
പാപ്പിരിയിലെ സെന്റ് മേരീസ് സ്കൂളിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ 100 പേരുടെ സുരക്ഷിതമായ തിരിച്ചുവരവും പുനഃസമാഗമവും സന്തോഷത്തോടെ ലോകത്തെ അറിയിച്ച് കോണ്ടഗോറ രൂപതാ ബിഷപ്പ്. 99 വിദ്യാർത്ഥികളും ഒരു അധ്യാപകനും അടങ്ങുന്ന സംഘത്തെ 2025 ഒക്ടോബർ 9 കോണ്ടഗോറയിലെ സെന്റ് മൈക്കിൾസ് കാത്തലിക് കത്തീഡ്രലിൽ വെച്ച് കോണ്ടഗോറ ബിഷപ്പ് റവറന്റ് ബുലസ് ദൗവ യോഹന്ന ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. സ്വീകരണവേളയിൽ വിദ്യാർത്ഥികളുടെ തിരിച്ചുവരവിൽ ബിഷപ്പ് യോഹന്ന ദൈവത്തിന് നന്ദി പറയുകയും നൈജീരിയയിലെ ഫെഡറൽ ഗവൺമെന്റ്, സുരക്ഷാ ഏജൻസികൾ, മോചനം ഉറപ്പാക്കാൻ സംഭാവന നൽകിയ എല്ലാ വ്യക്തികൾ എന്നിവരോട് നന്ദി പറയുകയും ചെയ്തു. ഇനിയും മോചിപ്പിക്കപ്പെടാത്ത ശേഷിക്കുന്ന 165 പേരുടെയും സ്വാതന്ത്ര്യത്തിനും സുരക്ഷിതമായി തിരിച്ചുവരവിനും വേണ്ടി പിതാവ് പ്രാർത്ഥിച്ചു. രൂപത ആശയവിനിമയ വകുപ്പിന്റെ അകമ്പടിയോടെ സുരക്ഷാ ഏജൻസികൾ പിന്നീട് വിദ്യാർത്ഥികളെ പാപ്പിരിയിലെ സെന്റ് മേരീസ് സ്കൂളിലേക്ക് തിരികെ കൊണ്ടുപോയി. മാതാപിതാക്കൾക്കും രക്ഷിതാക്കൾക്കും കുഞ്ഞുങ്ങളെ കൈമാറി. ദുരിതബാധിതരായ കുടുംബങ്ങളെ പിന്തുണയ്ക്കുന്നതിൽ രൂപത പ്രതിജ്ഞാബദ്ധമാണെന്നും കൂടാതെ മേഖലയിലുടനീളം ശാശ്വത സമാധാനത്തിനും സുരക്ഷയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നത് തുടരുന്നുവെന്നും കോണ്ടഗോറ രൂപത കാര്യാലയം അറിയിച്ചു. ക്രിസ്തീയതയുടെ അടിസ്ഥാനപരമായ ആഘോഷങ്ങളും അനുഷ്ഠാനങ്ങളും കാത്തുസൂക്ഷിച്ച 5 ഇറാനിയൻ ക്രൈസ്തവർക്ക് 50 വർഷത്തിലധികം തടവ് ശിക്ഷ വിധിച്ചു. ഇറാനിയൻ അർമേനിയൻ വചനപ്രഘോഷകൻ ജോസഫ് ഷബാസിയൻ, ഇസ്ലാം മതം ഉപേക്ഷിച്ച് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച നാസർ നവാഡ് ഗോൾ തപേഹ്, ഐഡ നജ്ലു, വചനപ്രഘോഷകൻ ജോസഫ് ഷബാസിന്റെ ഭാര്യ ലിഡ ഉൾപ്പെടെ ആകെ 5 ക്രൈസ്തവരെയാണ് തങ്ങളുടെ വിശ്വാസത്തെ പ്രതി തടവിലാക്കിയിരിക്കുന്നത്. മാമോദീസ പ്രാർത്ഥന, ക്രിസ്മസ് ആഘോഷം തുടങ്ങിയ സാധാരണ വിശ്വാസപരമായ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് 5 ഇറാനിയൻ ക്രൈസ്തവർക്കാണ് 50 വർഷത്തിലധികം ഇറാൻ ഭരണകൂടം തടവ് ശിക്ഷ വിധിച്ചത്. ഇറാനിയൻ അർമേനിയൻ വചനപ്രഘോഷകൻ ജോസഫ് ഷഹ്വാസിയൻ, ഇസ്ലാം മതം ഉപേക്ഷിച്ച് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച നാസർ നവാർഡ് ഗോൾ തബേഹ്, ഐഡ നജ്ഫ്ലു, വചനപ്രഘോഷകൻ ജോസഫ് ഷഹബാസിന്റെ ഭാര്യ ലിഡ ഉൾപ്പെടെ ആകെ 5 ക്രൈസ്തവരെയാണ് തങ്ങളുടെ വിശ്വാസത്തെ പ്രതി തടവിലാക്കിയിരിക്കുന്നത്. ലിഡ ഒഴികെയുള്ള 4 ക്രിസ്ത്യാനികൾക്കെങ്കിലും പീനൽ കോഡിലെ ഭേദഗതി ചെയ്ത ആർട്ടിക്കിൾ 500 പ്രകാരം 10 വർഷം തടവ് ലഭിച്ചിട്ടുണ്ടെന്നും ഒത്തുകൂടൽ, ഗൂഢാലോചന എന്നീ കുറ്റങ്ങൾ ആരോപിച്ച് 5 വർഷം കൂടി അധിക തടവ് ലഭിച്ചതായും മതസ്വാതന്ത്ര്യ സംഘടനയായ ആർട്ടിക്കിൾ 18 റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം ഈ കേസിനെ പ്രതി ക്രൈസ്തവർക്ക് അപ്പീൽ നൽകുവാൻ 20 ദിവസം വരെ അവസരമുണ്ടെന്നും നീതിക്ക് വേണ്ടി ശക്തമായി തന്നെ പോരാടുമെന്നും സംഘടന വ്യക്തമാക്കി. തീവ്ര ഇസ്ലാമിക നിലപാടുള്ള രാജ്യമായ ഇറാനിലെ ക്രൈസ്തവർ വേട്ടയാടുന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമായാണ് ഈ സംഭവത്തെ നിരീക്ഷിക്കുന്നത്. രാജ്യത്തെ നിയമവ്യവസ്ഥ അനുസരിച്ച് ഇസ്ലാം മതത്തിലേക്ക് ആളുകൾ പരിവർത്തനം ചെയ്യാമെങ്കിലും ഇസ്ലാം മതസ്ഥർക്ക് മറ്റു മതങ്ങളിലേക്ക് പരിവർത്തനം ചെയ്യുവാൻ അനുമതിയില്ല. ഇങ്ങനെ ചെയ്താൽ ഇത് ശരീഅത്ത് നിയമപ്രകാരം വധശിക്ഷ പോലെ ലഭിക്കുവാൻ സാധ്യതയുള്ള കുറ്റമാണ്. 8.7 കോടി ജനങ്ങളുള്ള ഇറാനിൽ 3 ലക്ഷത്തിലധികം ക്രിസ്ത്യാനികളുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. അതേസമയം ക്രൈസ്തവരെ ലക്ഷ്യം വെച്ചുള്ള പീഡനം ശക്തമാകുമ്പോഴും അനേകം ഇസ്ലാം മതസ്ഥർ തങ്ങളുടെ മതം ഉപേക്ഷിച്ച് ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കുന്നതായുള്ള വിവിധ റിപ്പോർട്ടുകളും രാജ്യത്ത് നിന്ന് പുറത്തുവരുന്നുണ്ട്. ഷെഖേൻ അമേരിക്കാസ് വീക്ക്ലി ന്യൂസ് റൗണ്ടപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം.